സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 110 സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഇത് ദാവീദിൻ്റെതാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനം മശിഹായിക സങ്കീർത്തന ഗണത്തിൽ പെടുന്നതാണ്. ഈ സങ്കീർത്തനം മെസ്സിഹായെ കുറിച്ചുള്ള പ്രവചന ഗണത്തിൽ വരുന്നതാണ്. അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗം അതിനെ അനുബന്ധിക്കുന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയത്. വായിക്കാമോ? യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. യഹോവ ആരുടെ കർത്താവിനോട്? ആരായി പറയുന്നത്? യഹോവ ആരോട് അരുളി ചെയ്യുന്നു? എന്റെ കർത്താവ്. ആര് പറയുന്നു? യഹോവ എന്റെ കർത്താവ്. അപ്പൊ യഹോവ ആര്? എന്റെ കർത്താവ് ആരാണ്? ഉണ്ടോ? യഹോവ എന്റെ കർത്താവിനോട്, അല്ലെ? ഈ വാക്യം ആരെ സംബന്ധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് മാർക്കോസിലും മത്തായിലും എടുത്തു പറയുന്നുണ്ട്. മാർക്കോസിലെ സുവിശേഷം 12-ാമത്തെ അധ്യായം 36-ാമത്തെ വചനം ഒന്ന് വായിച്ചാട്ടെ. മത്തായിലും പറയുന്നുണ്ട്. 2 ഭാഗങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പുറപ്പെടുന്നില്ല. വായിക്കാം നമുക്ക്. കർത്താവ് എന്റെ കർത്താവിനോട് അതിന്റെ 35-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച്. യേശു ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? ക്രിസ്തു ദാവീദിന്റെ പുത്രനാണോ? ആണോ? അല്ല. ദാവീദിന്റെ പുത്രൻ എങ്ങനെ പറയാൻ പറ്റും? ദാവീദിന്റെ പുത്രൻ എന്ന് പറയാൻ പറ്റില്ല. ദാവീദിന്റെ പുത്രൻ എന്ന് പറയാം കുലത്തിൽ ജാതനായി. ദാവീദിന്റെ പുത്രനല്ല. ദാവീദിന്റെ പുത്രൻ തന്നെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എന്റെ കർത്താവ് അല്ല ദാവീദ് എങ്ങനെയാണ് യഹോവയോട് എന്റെ കർത്താവ് എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ വെളിപ്പാട് കണ്ടിട്ടാണ് പ്രവാചകൻ എന്ന് ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ദാവീദ് യേശുവിനെ പറഞ്ഞിരിക്കുന്നത് എന്റെ കർത്താവ്. വാക്യം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഒന്നുകൂടെ വായിച്ചാൽ 35-ാമത്തെ വാക്യം 35, 36 കൂടെ കണക്ട് ചെയ്ത് വായിച്ചാലേ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. 35, 36 വാക്യങ്ങൾ. യേശു ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? കണ്ടോ? ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? അതെങ്ങനെ ഒക്കും എന്നാ ചോദിക്കുന്നത്. അപ്പോ ആരെക്കാളും വലിയവനാവും ദാവീദ്? ആരെക്കാളും വലിയവനാവും? ക്രിസ്തുവിനെക്കാളും വലിയവനാവും. അതെങ്ങനെ വരും? വരത്തില്ല. അതാണ് വംശാവലിയില്ല, ആരംഭമില്ല. നമുക്ക് അതിനെ കുറിച്ചൊന്ന് ആ ഭാഗങ്ങളിലാണ് വിവരിക്കുന്നത്. എങ്ങനെ വരും? അതെങ്ങനെയാ സാധ്യമാകുന്നത്? എന്നിട്ട് അടുത്ത വാക്യം. കർത്താവ് എന്റെ കർത്താവിനോട്. ഏതാണ് കർത്താവ് എന്റെ കർത്താവിനോട്? കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. കണ്ടോ? അപ്പൊ ദാവീദിന്റെ പുത്രനല്ല, ക്രിസ്തു എന്നതാണ് അവിടെ യേശു പറയുന്നത്. ദാവീദിന്റെ പുത്രനല്ല. അങ്ങനെയാണെങ്കിൽ ആ ദാവീദ് കർത്താവായ യേശുവിനെയാണ് കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. യഹോവയോടാണ്. കണ്ടോ? 110-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ആ കാര്യങ്ങളുടെ വിവരണമാണ് നമുക്ക് അവിടെ വായിച്ചത്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം. ഹല്ലേലൂയ, 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 സ്തോത്രം. ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം. അപ്പോ ഇത് മശിഹായിക സങ്കീർത്തനത്തിന്റെ ഗണത്തിൽ പെടുന്നതാണ്. ഈ സങ്കീർത്തനം എന്ന ഭാഗമാണ്, കാര്യമാണ് അവിടെ വിവരിച്ചു പോരുന്നത്. അപ്പൊ അതിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നിന്റെ ബലമുള്ള ചെങ്കോൽ. ചെങ്കോൽ ആരുടെ കയ്യിലാണുള്ളത്? രാജാവിന്റെ കയ്യിലാണ്, അല്ലെ? കിരീടവും ചെങ്കോലും ഉള്ളത്. യഹോവ സിയോനിൽ നിന്ന് നീട്ടും. അന്ന് സിയോനിൽ നിന്ന് നീട്ടുന്നത് ആരുടെ മേലേക്കായിരിക്കും? സിയോനിൽ മാത്രമാണ് ഈ രാജസ്ഥാനം നിലനിന്നത്. എന്നാൽ അത് മാറ്റിയിട്ട് സകല ജാതികളുടെ രാജാവായിട്ട് ആര് ഭരിക്കും? ഈ കർത്താവ് ഭരിക്കും. നിങ്ങൾക്ക് ആ പ്രവചനം മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ രാജാവ്, അല്ലെങ്കിൽ യഹൂദ ഗണത്തിൽ നിന്നൊരു രാജാവ് ജനിച്ചാൽ അത് ആരുടെ രാജാവായി തീരും? യഹൂദന്മാരുടെ മാത്രം. അപ്പൊ ദാവീദിന്റെ ഗണത്തിൽ നിന്ന് ദാവീദിന്റെ പുത്രനായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ദാവീദ് കുലമായ യഹൂദ കുലത്തിന് മാത്രമേ രാജാവായിരിക്കുള്ളൂ. അങ്ങനെ ഒരു കുലത്തിന് മാത്രമല്ല, ആ ചെങ്കോൽ നീട്ടുന്ന ആരിലേക്കുമായിരിക്കും? സർവ്വ ജനതയുടെ രാജാവായിട്ട് ആര് മാറുമെന്നുള്ള പ്രവചന ഭാഗമാണ്, പ്രവചന സൂക്തമാണ് ഈ സങ്കീർത്തനം 110 രേഖപ്പെടുത്തിയിരിക്കുന്ന. അത് രാജാതി രാജാവായി വാഴാനിരിക്കുന്ന കർത്താവിനെയാണ് കുറിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ സുവിശേഷം ആദ്യം പ്രസ്താവിച്ചു തുടങ്ങിയത് ആരാണ്? യോഹന്നാൻ സ്നാപകനാണ്. കണ്ടോ? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ
മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പൊ എന്താണ് ഈ ദൈവരാജ്യം? ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണ്? അന്ന് വരെ റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ രാജ്യത്വം നഷ്ടപ്പെട്ടു പോയ ഈ ഇസ്രായേൽ ജനം മുഴുവനും വളരെയധികം പീഡകളിലും കഷ്ടതകളിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അതുവരയ്ക്കും അവർക്ക് രാജാവ് ഉണ്ടായിരുന്നു, രാജ്യത്വം ഉണ്ടായിരുന്നു. നിലനിൽക്കുന്ന ഒരു രാജ്യത്വം അവരിൽ ഇല്ലാതെ വന്നു. അന്നു മുതൽ ഇവർ കിടന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുക. അവിടെ ഉള്ളിലെ ചിന്തയും ഞങ്ങൾക്ക് സ്ഥിരമായ ഒരു രാജാവിനെ തരാമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾക്കൊരു രാജാവിനെ കിട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. സ്തോത്രം. അതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യം ജാതമായത് കണ്ടോ? വിദ്വാൻമാര് നക്ഷത്രം കണ്ടുകൊണ്ടാണ്, ആസ്ട്രോളജിസ്റ്റ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്, വാന നിരീക്ഷകന്മാരാണ്. അപ്പോ യേശു ജനിക്കും എന്നുള്ള വസ്തുതയെ സംബന്ധിച്ച് ജനിച്ച നക്ഷത്രത്തെ കണ്ടുകൊണ്ട് രാജാവായിട്ട് ജനിച്ചിരിക്കുകയാണ്. അപ്പോ എന്തിനെ കാണിക്കുകയാണ്? ഇത് പറഞ്ഞ നിത്യരാജാവായിട്ട് ജനിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ രാജാവിന് എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാതെ വന്നത്? അതുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ക്രിസ്തു ഇവിടെ വന്നതോടുകൂടി ദൈവരാജ്യം എവിടെയായി? ഇവിടെയായി. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് നിയമത്തിൽ അധിഷ്ഠിതമായ ദൈവിക നിയമങ്ങളെ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ പ്രായോഗികമാക്കാനും പ്രാവർത്തികമാക്കാനുമാണ് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതിന്റെ വ്യാപ്തിക്ക് വേണ്ടി, വിശാലതയ്ക്ക് വേണ്ടി ദൈവരാജ്യം എന്താണെന്ന് ലോകരറിയണം. അത് ആരിലൂടെയാണ് അറിയേണ്ടത്? നമ്മളിലൂടെ അറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രമാണം എവിടെ വെച്ചു? നമ്മുടെ ഉള്ളിൽ വെച്ചു. കൽപ്പന എവിടെ വെച്ചു? കൽപ്പലകയിൽ വെച്ചു. എന്നാൽ ദൈവരാജ്യത്തിന്റെ നിയമങ്ങളും പ്രമാണങ്ങളും ആത്മാവിൽ നമ്മുടെ അകത്ത് വെച്ചു. നമ്മൾ രണ്ട് കാര്യത്തിലല്ല ദൈവവചനം അനുസരിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മളെ കൊല്ലുമെന്ന് ഓർത്ത് ദൈവവചനം ആരും അനുസരിക്കരുത്. കണ്ടോ? ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വരുമോ? അപ്പൊ നമ്മൾ പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. സ്നേഹത്തോടെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഭയത്തിൽ ചെയ്യരുത്. എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്നുള്ള വ്യാമോഹത്തിൽ ചെയ്തു. അപ്പൊ ഞാൻ ഇത് ചെയ്താൽ എനിക്ക് നന്മ ചെയ്താൽ നന്മ കിട്ടും എന്നുള്ളതിൽ നിങ്ങൾ നന്മ ചെയ്യരുത്. അപ്പോ നന്മയെ നോക്കി അത് ലാഭ ഇച്ഛകൾക്ക് വേണ്ടി ചെയ്യുന്ന രീതിയായിട്ടേ വരും. അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇത് ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ എന്ത് ചെയ്യും? തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേടി എന്തിനാണ്? ദൈവം എന്നെ അടിക്കും. അങ്ങനെയാണോ ദൈവവചനം പ്രമാണിക്കേണ്ടത്? അല്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കും. സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാതെ വരുന്ന ഏതൊരു അനുസരണമല്ല. നമ്മൾ എന്തിനാണ് ഈ ടൈം മുതലുള്ള കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പാലിക്കുന്നത് വെച്ചാൽ വേറൊന്നിനും അല്ല. കർത്താവ് ചെയ്ത രക്ഷയെ ഓർക്കുമ്പോൾ നമ്മൾ ഓടി വരിക, സ്നേഹം ഓർക്കുമ്പോൾ. ആമേൻ. കാരണം ഇതിന് ഞാൻ ആരല്ല, യോഗ്യനല്ല. ഇല്ല, ഇന്നും നമ്മുടെ എല്ലാം ജീവിതം ഒന്ന് അന്വേഷിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ കണ്ണിന് തോന്നിയിരിക്കാം, ദൈവ കണ്ണിനില്ല. എന്റെ കണ്ണിനും നിങ്ങൾക്ക് മറഞ്ഞ് എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷെ എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം ഓർക്കുമ്പോൾ ദൈവമേ, ഞാൻ ഇതിന് യോഗ്യനല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ ആരാണെന്ന് നമുക്ക്. എന്നിട്ട് ആരോടെങ്കിലും ആ കാര്യം വെളിപ്പെടുത്തുന്നുണ്ടോ? പറയത്തില്ല. ഒരു അമ്മയുടെ ഹൃദയം, ഒരു അപ്പന്റെ ഹൃദയമാണ് നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം. ഈ സ്നേഹമാണ്. കർത്താവേ, നീ എന്നെ രക്ഷിച്ചുവല്ലോ. ഇന്നും മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഒളിച്ചു നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അല്ലേ? അതിനാണ് അത്തിയല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴോ നമ്മൾ ഇതെല്ലാം മറന്നു. നഗ്നമാ. ദൈവത്തിന്റെ കൺമുമ്പിൽ ഒന്നുമില്ല. ഈ സ്നേഹം. കർത്താവേ, എന്തിനാ നീ എന്നെ സ്നേഹിക്കുന്നത്? അപ്പൊ ഇവർക്ക് ഈ ദൈവരാജ്യം ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ സ്വർഗരാജ്യം, നമുക്ക് സ്വർഗരാജ്യം പണിയാനല്ല ദൈവം പോയിരിക്കുന്നത്, അല്ലെങ്കിൽ യേശു പോയിരിക്കുന്നത്. സ്വർഗരാജ്യം അത് എപ്പോഴുള്ളതാണ്? പൂർവകാലങ്ങൾക്ക് മുമ്പേ, അനാദികാലങ്ങൾക്ക് മുമ്പേ, സ്വയംഭൂവായവൻ ഉണ്ടായതിനു മുമ്പേ ഉള്ളതാണ് സ്വർഗരാജ്യം. അപ്പൊ നമുക്ക് സ്വർഗരാജ്യമല്ല, ഒരു സ്ഥലം. അതല്ലേ? ഈ സ്ഥലം ഒരുക്കാമെന്ന് പറഞ്ഞിട്ട് യേശു എവിടേക്കാണ് പോയത്? എവിടെ പോയി? നേരെ ക്രൂശിലോട്ട് പോയി. ക്രൂശിലൂടെയാണ് നമുക്ക് സ്ഥലം ഒരുക്കിയത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് വഴിയാണ്. ആ ക്രൂശ് വഴി ഒഴുക്കിയ സ്ഥലത്താണ് നമ്മളെ കൈക്കൊള്ളാൻ കഴിഞ്ഞത്. ക്രൂശിന് മുമ്പുള്ള സ്ഥലത്ത് നമ്മളെ കൈക്കൊള്ളാൻ കഴിയുകയില്ല. ദൈവത്തിൽ നമ്മളെ കൈക്കൊള്ളാൻ കഴിയുകയില്ല. അതാണ് നമ്മൾ ദൈവരാജ്യത്തിൽ ഇരുത്തിയിരിക്കുന്നത്. ആ ദൈവരാജ്യത്തിൽ ഇരുത്തിയിരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിന്റെ നിയമം നമ്മളിലൂടെ പുറപ്പെടുന്ന ആ സ്നേഹത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്.
ഞാൻ എന്തിനാണ് ഒരാളെ സ്നേഹിക്കേണ്ടത്? കൽപ്പന ഉള്ളത് കൊണ്ടല്ല. അവനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കാനല്ലേ. ചിരിച്ചേക്കാം, ചിരിക്കണമെന്ന് ബൈബിൾ എന്ത് ചെയ്തിരിക്കുന്നു? പാസ്റ്റർ കഴിഞ്ഞ കഷ്ടപ്പെട്ട് ശനിയാഴ്ചയും പറഞ്ഞു ആരോടും പിണങ്ങരുത്, മിണ്ടണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എവിടെ പോണ്? തീർന്നു. എവിടെ പോണ്? ആര് പറഞ്ഞു മിണ്ടണമെന്ന്? പാസ്റ്റർ പറഞ്ഞു മിണ്ടണമെന്ന്. അതുകൊണ്ടാണ് വേണ്ടിയത് കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ സ്നേഹത്തിൽ ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും മനുഷ്യർ കാണാത്ത നിലകളിൽ പലതും എനിക്ക് ഉണ്ടായിട്ടും എന്നെ കർത്താവ് ആ നിലയിൽ കൈക്കൊള്ളുന്നത് കൊണ്ട് ഞാൻ കൈക്കൊള്ളുന്നു. ദൈവം എന്റെ കണക്കുകളെല്ലാം, എന്റെ പാപങ്ങളെല്ലാം കണക്കിട്ടിരുന്നെങ്കിലും നിങ്ങൾ നോക്കിയേ, അക്കമിട്ട് ഈ ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്ന, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ പുതിയ നിയമം ഉൾപ്പെടുന്ന വരുന്നതാണ്. ഞാൻ എപ്പോഴും പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും അതിനകത്ത് ഡിവൈഡ് ചെയ്യുന്നില്ല. ഈ ന്യായപ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്ന ഒരുവന് മാത്രമേ നന്മയുണ്ട് എന്ന് വരികിൽ ആർക്ക് നന്മ പ്രാപിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ദൈവരാജ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു യാന്ത്രികമായ പ്രവർത്തനങ്ങൾക്കകത്ത് പോയി നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാനല്ല. നമ്മളെന്തോ ഭക്തിയുടെ പരിവേഷം നടത്തിക്കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യങ്ങൾ അല്ലേ. നമ്മൾ ഈ പട്ടികകൾ പലപ്പോഴായിട്ട് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പട്ടികളിലേക്ക് പോകാറ്. ഈ പട്ടികളെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചു. ഇന്ന് രാവിലെ നമ്മുടെ കടങ്ങളെ ക്ഷമിച്ചാണ് ദൈവം നമ്മളോട് കൊണ്ടെത്തി. സ്തോത്രം. ആ സ്നേഹമാണ് എന്നെ അടുത്തുള്ള ഒരാളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ആ ഘടകം വന്നാലേ അതിനകത്ത് കൂട്ടായ്മ വരുള്ളൂ. ആ ഘടകമാണ് ത്യാഗം വരുന്നത്. ആ ഘടകമാണ് ത്വചനം വരുന്നത്. ആ ഘടകമാണ് എന്നെ എന്തും ചെയ്യാൻ പ്രാപ്തനാക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാക്കില്ല. അല്ലെങ്കിൽ ദൈവം ഒരു നന്മ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന പിടിച്ചു, അല്ലെങ്കിൽ കൊടുക്കുന്ന ഇടങ്കിൽ എനിക്കിട്ട എന്തുവാ പറഞ്ഞു, എനിക്കിട്ട എന്തുവാ 10 പേര് പറയാം. ഞാൻ പറയും, എന്ത് പറയും? എനിക്കതൊന്നും ഇഷ്ടമില്ല. ഞാൻ പുകഴ്ത്തുന്നത് എത്ര പേർക്ക് ഇഷ്ടമില്ല? സത്യം പറയും, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, എന്നെ ഉൾപ്പെടെ ഇഷ്ടം. ശരിയല്ലേ? നമ്മൾ എന്തോ പറയും, പക്ഷെ എന്നെ ആരും പുകഴ്ത്തിയതൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമില്ല. അപ്പോ ദൈവവചനം നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ആ ഒരു ദൈവരാജ്യത്തിലോട്ട്, ദൈവരാജ്യം അതുകൊണ്ട് ഒരു ഭക്ഷണം പാനീയമല്ല. ഇത് നീതിയാണ്, ഇത് സമാധാനമാണ്, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ഈ ഒരു നിലയിലാണ് നമ്മൾ ദൈവരാജ്യത്തെ കൈക്കൊള്ളുന്നുവെങ്കിൽ, അതുകൊണ്ടാണ് ദൈവരാജ്യം എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നത്. അവർ വിചാരിച്ചിരുന്ന ദൈവരാജ്യം എന്താണ്? റോമൻ ഗവൺമെന്റിന്റെ ആധിപത്യത്തിൽ ഇവരെ പീഡിപ്പിക്കുന്ന, പീഡയിൽ നിന്ന് രാജാവായി വാഴാൻ പോകുന്ന ദാവീദിന്റെ സന്തതിയായി വരുന്ന യേശു കർത്താവ്, ദാവീദിന്റെ സന്തതി അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ കാര്യം അതാ. ദാവീദിന്റെ സന്തതിയായി ജനിക്കുന്ന ഈ യേശു കർത്താവ് ഇവിടെ വന്നിട്ട് ഈ റോമക്കാരെ എല്ലാം അടിച്ചു തകർക്കും. ലോകത്തിലുള്ള സകല രാജ്യങ്ങളെ അടിച്ചു തകർത്തു കളഞ്ഞിട്ട് അവരെ ചിന്തിച്ചിരുന്ന ഒരു അക്ഷരീക രാജ്യത്തിന്റെ തലവനെ തകർത്തു കളഞ്ഞിട്ട് രാജാവായി ഭരിക്കും. സ്തോത്രം. ഞങ്ങളെ അടിക്കുന്നവരെ തിരിച്ചു തരുമെന്നല്ലേ കാത്തിരുന്നത്. കർത്താവ് എന്താ പറഞ്ഞു? നിങ്ങളെ കർണത്തടിക്കുന്നവന് മറുകർണം കൂടെ എന്ത് ചെയ്യാൻ? അപ്പൊ നമ്മളെ ആക്കി വെച്ചത് എവിടെയാണ്? നമ്മളെ ഈ ലോക രാജ്യത്തിൽ നിന്നും, സർക്കിളിൽ നിന്നാണ് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നത്. കൊലസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വായിക്കാമോ? ഈ ഭാഗങ്ങളുടെ കണക്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. 1-ാമത്തെ അധ്യായം 1:13. വിടുവിച്ചോ? കണ്ടോ? വിടുവിച്ചോ? ദേശത്തിന്റെ അധിപതിയെ തകർത്ത് കളഞ്ഞിട്ടാണ് നമ്മളെ വിടുവിച്ചത്. എന്നിട്ട് എവിടെ ആക്കി വെച്ചു? അത് നിങ്ങൾ ആ ദേശത്തിന്റെ അധിപതിയെ, അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ സങ്കീർത്തനങ്ങൾ 110-7 വാക്യം ഒന്ന് വായിച്ചിട്ട്. അവൻ വഴിയരിയുള്ള തോട്ടത്തിൽ, ഇല്ല 6 വാക്യം. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവർ എല്ലായിടവും ശവങ്ങളെ കൊണ്ട് നിറയും. അവൻ വിസ്താരമായ ദേശത്ത് തലവനെ, അവൻ വിസ്താരമുള്ള, അല്ലെ, വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്ത് കളയും. വിസ്താരമായ ദേശത്തിന്റെ തലവനെ എന്ത് ചെയ്യും? അപ്പൊ ഇവർ ഏത് വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്? അന്ന് റോമൻ ഗവൺമെന്റ് ആണ് ലോകരാജ്യത്തിന്റെ, അല്ലെങ്കിൽ സർവ മേഖലകളുടെ ആധിപനായി കണ്ടിരുന്നത്. അപ്പോ ഈ സർവ്വലോകത്തിന്റെയും ഭരണാധികാരിയെ തകർത്തു കളഞ്ഞുകൊണ്ട്
കർത്താവായ യേശു ക്രിസ്തു രാജ്യം സ്ഥാപിക്കാൻ വരുമ്പോൾ അതിൽ ഞങ്ങൾ ഇതിൽ നിന്ന് വിടുവിച്ച് അതിലാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എന്നാൽ വിസ്താരമുള്ള തലവനെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ആ കൊലസ്യ ലേഖനത്തിൽ തന്നെ രേഖപ്പെടുത്തി 2:15 നമ്മൾ വായിച്ചിട്ടുണ്ട്. വാഴ്ചകളെ അധികാരങ്ങളെ ക്രൂശിൽ വെച്ച് പരസ്യമായി തകർത്തുകളഞ്ഞു. അപ്പൊ രാജാവായി ഭരിക്കാൻ വരുമ്പോൾ, ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കാൻ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലൂടെ ആദ്യം ചെയ്തതാണ് വിസ്താരമുള്ള ദേശത്തിന്റെ തലവനെ തകർത്തു കളഞ്ഞു. ഇത് രാജാതിരാജാവായ യേശു നമ്മിൽ വാഴുകയാണ്. രാജ്യത്വം ആരിലേക്കായി? കർത്താവിലേക്കായി. അന്ന് ഭരണം ആരിലേക്കായി? വിസ്താരമുള്ള തലവൻ പാപത്തിന്റെ രാജാവായി അവൻ പാപത്തിന്റെ രാജ്യത്വത്തിന്മേൽ വാടുകൊണ്ടിരുന്നു. ജനങ്ങളെല്ലാം ഇങ്ങനെ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നു. അതിന്റെ പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ. ശരീരം പാപത്തിന്റെ ദാസത്വത്തിന് വേണ്ടി വിൽക്കപ്പെട്ടത്. പാപത്തിന്റെ ദാസത്വത്തേക്ക് വിൽക്കപ്പെട്ട ഈ ശരീരം കൊണ്ട് എനിക്ക് നന്മ ചെയ്യുവാൻ സാധ്യമല്ല. സ്തോത്രം. കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നില്ലേ? മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കേട്ടോ, കൊലസ്യ ലേഖനം 1:13 വായിച്ചേ. കൊലസ്യർ 1:13 വിടുവിച്ച് ഇനി നമ്മളെ കൊണ്ടുപോകാനിരിക്കുന്ന സ്വർഗത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ് ഇവിടെ എടുക്കുന്ന സമയത്ത് പറഞ്ഞു, നമുക്ക് വേണ്ടി അവൻ ഇനി ആക്കാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭൂമിയിൽ സ്ഥാപിതമാക്കാൻ പോകുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരമാണ് നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നത്. അതാണ് മണവാട്ടിക്കുള്ള സ്ഥലം. ഇപ്പൊ നമ്മൾ ക്രിസ്തുവിലിരിക്കുകയും ക്രിസ്തുവിലിരിക്കുന്ന നമുക്ക് മണവാട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓൾറെഡി അത് ആയിക്കഴിഞ്ഞോട്. ക്രൂശിലൂടെ ഒരുക്കിയ നമുക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമാണ്. ക്രൂശിലൂടെയാണ് നമുക്ക് ഈ സ്ഥലം ഒരുക്കപ്പെട്ടത്. അതായത് പുതിയ യെരൂശലേം എന്ന നഗരമല്ല. അത് ഈ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടുകൾ പരിശോധിച്ച ഭൂമിയെ തീ കൊണ്ട് ശുദ്ധീകരിച്ചിട്ട് ബാക്ടീരിയ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യും. നിർമ്മാർജ്ജനം ചെയ്ത് ഭൂമിയിൽ സ്ഥാപിതമാക്കാൻ പോകുന്ന രാജ്യം. സ്തോത്രം. ഹല്ലേലൂയ. രാജ്യം എന്ന് പറയാനൊക്കെ, രാജ്യം എന്ന് പറയുന്നത് എത്രത്തോളം യോഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജ്യം എന്ന് പറഞ്ഞാൽ നിയമമാണ്. സ്വർഗം വേറെയാണ്, ദൈവരാജ്യം വേറെയാണ്. ദൈവം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. അത് എവിടെയാണെന്ന് ഗണ്യമല്ല, ഗണിക്കാനും കഴിയില്ല. ഒരുപക്ഷെ ഇന്നത്തെ ഈ ശാസ്ത്രത്തിന്റെ യാത്ര കണ്ടിട്ട് നമുക്ക് ഒരുപക്ഷെ കാണുന്ന നക്ഷത്രത്തിന്റെ അടുക്കലേക്കൊക്കെ പോകാൻ കഴിഞ്ഞെന്ന് വരാം. ചിന്തകളുടെ വേഗത കൈവരിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ സജ്ജീകരിച്ചു കൊണ്ടുവരികയാണ്. വിവിധ നിലകളുടെ ട്രെയിൻ തന്നെ വളരെ ശക്തമായ ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള സംവിധാനങ്ങൾ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രത്യാശ. കണ്ടോ, ഈ പ്രത്യാശ സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടുപോകാൻ പോകുന്നത്. ക്രിസ്തുവിലിരിക്കുന്ന എനിക്ക് അവിടെയാണ് കർത്താവിനെ ആക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് എവിടെയാണ്? ക്രിസ്തുവിലിരിക്കുക. സ്തോത്രം. വെളിപ്പാട് പുസ്തകം എടുത്താട്ടെ, 21-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വചനം, 21:9. ഈ കുഞ്ഞാടിന്റെ കാന്ത എന്ന് പറയുന്ന ആരാണ്? മണവാട്ടി ആരാണ്? വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരാണ് ഈ മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. നമുക്ക് ഈ താൽക്കാലിക സൗഖ്യമോ ഇതിനൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതില്ലാത്ത മതം ഏതാണുള്ളത്? അല്ലേ? നമ്മളെ കരയിച്ച് ഒരു സാധനം തരുന്നവനല്ല ക്രിസ്തു. ഹല്ലേലൂയ. കരയാനുള്ള നിലവാരങ്ങൾ അറിയുമ്പോൾ തന്നെ വേണ്ടിയത് തരുന്നവനാണ് ക്രിസ്തു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ ദാസന്മാരായിരുന്നുകൊണ്ട് മാത്രം അവർക്ക്, നമ്മളിന്ന് മക്കളാണ്. നിങ്ങൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വറീസ് എല്ലാം പോകും, നമ്മുടെ വേദന എല്ലാം പോകും. കാരണം നമുക്ക് വേണ്ടി ഇത്രയധികം, കാരണം വേദനപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ നമ്മൾ വേദനപ്പെടേണ്ട ആവശ്യമില്ല. ആ കാര്യം നമ്മളങ്ങ് കൊടുത്തു കഴിയുമ്പോൾ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. എത്ര പേർക്കറിയാം. ഞാൻ പറഞ്ഞ ആ ഒരു ഇന്റിമസിയിലാണ്, ആ ഒരു ആഴമായ കാഴ്ചപ്പാടിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. സ്വന്തം രാവിലെ ആരാധിക്കേണ്ടത്. 8:30 മണിക്ക് മീറ്റിംഗ് വെച്ചിരിക്കുന്നതുകൊണ്ട് പോയില്ലെങ്കിൽ എനിക്ക് എന്തോ അടി കിട്ടും. സ്വന്തം നീ വീട്ടിൽ കിടന്ന് ഉറങ്ങാനും അടിക്കുന്ന കർത്താവ്. പക്ഷെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ ഒക്കത്തില്ല. അതാണ് എന്റെ വിഷയം. നിങ്ങൾക്ക് പുതിയ നിയമത്തിന്റെ സിസ്റ്റം എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഉടനെ തല്ലി കൊല്ലുന്ന ദൈവമായതെങ്കിൽ, അല്ലേ? വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ നമ്മൾ എന്തോ പറയും? പിന്മാറ്റില്ല. ഇവിടെ വന്നിരുന്നാലോ അതേ സാധനം തന്നെ ഇവിടെ വന്നിരിക്കുന്നതേ ഉള്ളൂ.
അങ്ങനെയൊന്നും ദൈവം തല്ലിക്കൊല്ലത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് കിടക്കാനൊക്കെ നമുക്ക് സുഖം ഉണ്ടായിട്ടാണ് ഇവിടെ പലരും വന്നിരിക്കുന്നത്? ഇല്ല. നമ്മുടെ ഉള്ളിൽ കർത്താവ് ചെയ്ത് ഓർക്കുന്നത്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ഒരാളെ സഹായിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എന്നെ ദൈവം സ്നേഹിച്ചല്ലോ. സ്തോത്രം. ചില ചോദിക്കും, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ ദൈവം സ്നേഹിച്ചില്ലേ? എന്നോട് ഇത് കാണിച്ചില്ലേ? സ്തോത്രം. അതുകൊണ്ട് എത്ര പാപിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും? അവന്റെ പാപത്തെ സ്നേഹിക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ തെറ്റുകാരനെന്ന് അറിഞ്ഞിട്ട് അവനെ നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കി. തെറ്റുകാരനെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ സ്നേഹിക്കണം. തെറ്റുകാരൻ. ഈ ലോകമെല്ലാം തെറ്റുകാരെ ഒതുക്കുന്നതാണ്. ക്രിസ്തു തെറ്റുകാരെ അണയ്ക്കുന്നത്. അവൻ അത് വിട്ടുതിരിയാൻ കാരണം, ഞാൻ ഇത്ര തെറ്റ് ചെയ്തില്ലേ? വ്യഭിചാരിയായ ഒരു സ്ത്രീ 9-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. എടുക്കണ്ട. ഒരു വ്യഭിചാര കൃത്യത്തിന് അവളെ പിടിച്ചു. ന്യായപ്രമാണം അനുസരിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് പറഞ്ഞു? ന്യായപ്രമാണം അനുസരിക്കണോ? എന്ത് ചെയ്യണം? നിങ്ങൾ ന്യായപ്രമാണം മുറുകെ പിടിക്കുക. നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് അവൾ എന്ത് ചെയ്യണം? കൊല്ലണം. എന്നാ പിന്നെ നിങ്ങളെയും കൊല്ലണ്ടേ? കണ്ടോ? സ്തോത്രം. എല്ലാവരും കൊല്ലാൻ വേണ്ടിയിട്ട് കല്ല് വെച്ചുകൊണ്ട് നിൽക്കുക. കഥാനോട് നീ എന്ത് പറയും? കണ്ട, തന്റെ രാജ്യം ഐഹികമല്ല. ഇവർ കണ്ടത് ഐഹികമായ ഒരു രാജ്യമാണ്. എന്റെ രാജ്യം ഐഹികമല്ല. ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാത്തവർ? വ്യഭിചാരം ചെയ്യാത്തവരെന്നാണോ? എങ്കിൽ അവർ അറിയുമായിരുന്നു. കാരണം യഹൂദന്മാരിൽ നല്ലൊരു ശതമാനം ന്യായപ്രമാണം പാലിച്ചു നടക്കുന്നത് കൊണ്ട് വ്യഭിചാരം ചെയ്യാനോ ഇങ്ങനെ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാനുള്ള സാഹചര്യം ലഭിച്ചത് ചെയ്യത്തില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, രക്തപരീക്ഷ. ഇവിടെ എല്ലാം പൊട്ടി ഇങ്ങനെ രക്തം ഒഴിച്ചുകൊണ്ടിരിക്കും. തലയെല്ലാം പൊട്ടി രക്തം ഒഴിക്കും. കാരണം പെണ്ണുങ്ങളാണ് പാവം. അതുകൊണ്ട് പെണ്ണുങ്ങളെ നോക്കാതിരിക്കാൻ കണ്ണും കെട്ടി ചോണ്ടി ഇങ്ങനെ നടക്കും. നടന്ന് എവിടെയെങ്കിലും ടമുക്കോ വരും, ഇടിച്ച് തല പൊട്ടും. തല പൊട്ടി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആള് പറയും, ഭക്തനായ മനുഷ്യൻ. ഭക്തനാണോ? അവൻ ഭയങ്കര ഉടായിപ്പ. അവനറിയാൻ കണ്ണു തുറന്നാ പോക്കാണ്. ഉടായിപ്പിന്റെ ഉസ്താദല്ലേ? ഇവിടെ കണ്ണു തുറന്നൊരു മര്യാദയ്ക്ക് നടക്കുന്നവനാണ് നല്ലത്. അവൻ അവസരം ലഭിച്ചിട്ട് അത് ചെയ്യാതിരിക്കുന്നവനാണ്. അല്ലാതെ ഇങ്ങനെ കാണിക്കുന്നതെല്ലാം വെള്ളയിട്ട് ഇങ്ങനെ നടക്കും. ചിലകൊണ്ടിട്ട് മീശയും കൂടെ എടുത്ത് ഇത് ഇങ്ങനെ ലോകത്ത് സ്വർഗത്തിൽ ഇറങ്ങിയ ആളെന്ന് നമുക്ക് തോന്നുന്നു. അല്ലേ? ലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ഇതല്ല ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ കല്ലെറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളിൽ പാപമില്ലാത്ത കല്ലെറിയട്ടെ. കാരണം ന്യായപ്രമാണം എല്ലാം പ്രമാണിച്ചാലും ഇല്ല. യാക്കോബ് 2:10. യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. നിങ്ങൾ ഈ ഇന്റിമസിയിലേക്ക് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന നീതി പ്രവൃത്തികൾ കൊണ്ടല്ല നമ്മൾ നിത്യതയിലേക്ക് പോകുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കണക്കിട്ടാൽ നമുക്ക് നിത്യതയിലേക്ക് പോകാൻ ഒക്കത്തില്ല. അപ്പൊ നിത്യതയിലേക്ക് പോകാനുള്ള വിശുദ്ധി അത് നമ്മിലിരുന്ന് അതും ദൈവം തന്നെയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഇപ്പൊ ഒരു സ്ത്രീയോടോ ഒരു പുരുഷനോടോ അപമര്യാദയായോ അവലക്ഷണമായോ പെരുമാറാതിരിക്കണമെങ്കിൽ ജഡപ്രകാരമുള്ള നമ്മുടെ ജഡത്തെ കൊണ്ട് പറ്റില്ല. സ്തോത്രം. പക്ഷെ അത് പറ്റണമെങ്കിൽ എന്നിൽ ദൈവം ക്രിയ ചെയ്താലേ അതും പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. പച്ച മനുഷ്യനാണ് ഞാൻ, അതെനിക്ക് പറ്റത്തില്ല. ആ വിശുദ്ധി എന്നിൽ ദൈവം ഉളവാക്കണം. അല്ലാതെ ഞാൻ ഏതാണ്ട് ചെയ്യുന്നതല്ല. ഞാൻ തീരുമാനം എടുത്തു നിന്നാൽ എനിക്ക് ചില ദിവസങ്ങൾ മാത്രമേ ആ തീരുമാനത്തിൽ നിൽക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ പോകും. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, പരീക്ഷയിൽ കിടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പരീക്ഷയിൽ അകപ്പെട്ടാതെ പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ഈ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി. കല്ലെറിയാൻ എടുത്ത് വെച്ചിരിക്കുക. കർത്താവ് എന്താ പറയാ? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലിട്ടിട്ട് പോകണം. നിങ്ങൾ ധരിക്കുന്നുണ്ടോ ന്യായപ്രമാണം അനുസരിച്ച് ഏതെങ്കിലും യഹൂദനുണ്ടെന്ന്? നിങ്ങൾ ധരിക്കുന്നുണ്ടോ നമുക്ക് ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയുമെന്ന്? പറ്റില്ല. നമ്മൾ പ്രമാണിച്ച് വിശുദ്ധരായവരല്ല, ക്രിസ്തു പ്രമാണിച്ച വിശുദ്ധിയിൽ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ വിശുദ്ധരായ. ക്രിസ്തുവിനെ കൈക്കൊണ്ടത് കൊണ്ടാണ് നമ്മൾ കൈക്കൊള്ളപ്പെട്ടത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നിങ്ങൾ ഞാനൊന്നും സ്വകാര്യത്തിൽ പോകത്തില്ല, ഒക്കത്തില്ല. ന്യായപ്രമാണം തന്നത് അനുസരിക്കാനല്ല. അനുസരിക്കാൻ ഒരു മനുഷ്യന് പറ്റത്തില്ല. അപ്പൊ ന്യായപ്രമാണം തന്നത് എന്താ? ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പാപമാണെന്ന് ന്യായപ്രമാണം വന്നപ്പോഴാണ് അവർക്ക്.
എനിക്ക് മനസ്സിലായി, എനിക്ക് നൂരാൻ പറ്റാത്ത നിലകളിൽ ആണുള്ള കാര്യങ്ങൾ എന്നിലുണ്ട് കേട്ടോ. അതാണ് തിരിച്ചത്. ഇതെല്ലാം എന്നിലുള്ളതാണ്. ഇല്ലാതെ നിങ്ങൾ ന്യായപ്രമാണം മുഴുവൻ അക്കപ്പെട്ട നിലയിൽ അനുസരിക്കാൻ വേണ്ടി തന്നാൽ നിങ്ങൾക്കെന്നല്ല ഈ ഉലകത്തിലുള്ള ആർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, അങ്ങനെ ചെയ്ത നീതിമാൻ ഇല്ലാത്തത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ നീതിയാൽ നമുക്ക് നീതീകരണം ലഭിച്ചത്, ശുദ്ധീകരണം ലഭിച്ചത്. ക്രിസ്തുവാണ് നമ്മളെ ശുദ്ധിയിലേക്ക് നടത്തുന്നത്. യാക്കോബ് 2:10 വായിച്ചു. യാക്കോബ് 2:10. ഒരുവൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ട് അവൻ ഒന്നിൽ തെറ്റിയാൽ കണ്ടോ, അവൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റിയാണ്, പിന്നെ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ന്യായപ്രമാണം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനില്ല. അതാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായി വന്നാൽ മാത്രമേ അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. അപ്പൊ നമ്മളെ എവിടെ ആക്കി വെച്ചു? എവിടെ നിന്ന് എടുത്ത്? നമ്മൾ ഇരുട്ടിലായിരുന്നു, അവിടെ നിന്ന് നമ്മളെ വിടുവിച്ചു, എന്നിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു. വാക്യം ഒന്ന് വായിച്ച്. വിടുവിച്ചോ? നമ്മളെ വിടുവിച്ചു. അല്ല, നമുക്ക് വിടുതൽ പ്രാപിച്ച് വരാൻ പറ്റത്തില്ല. നമ്മളെ ദൈവം അതുകൊണ്ട് വിടുവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് എന്തെല്ലാം ചെയ്തിരുന്നാലും നമ്മൾ ജഡമാണെന്ന് കർത്താവിന് അറിയാം. നമ്മൾ ജഡമാണ്. പിന്നെ നമ്മൾ വേറൊരാളെക്കാളും മികച്ചവനെന്ന് കാണിക്കാനേ വേറൊരാളുടെ മുമ്പിൽ പറ്റത്തുള്ളൂ. ഞാൻ വേറൊരാളെക്കാളും ബാഹ്യമായ നിലയിൽ മികച്ചവനെന്ന് കാണിക്കാനേ പറ്റില്ല. ദൈവം മുമ്പിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് വേറെ ഒരാളുടെ വിസ്താരത്തിലല്ല നിങ്ങൾ എന്നെ വിസ്തരിക്കേണ്ടത്. 10 പേര് ഇപ്പൊ എന്നോട്, നിങ്ങൾ നമ്മുടെ സഭയിലെ അംഗങ്ങളോട് ചിലപ്പോൾ ഏകദേശം പേരോട് ചോദിച്ചാൽ കൂടുതൽ പേരും പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വെളിയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ നീതിമാനാവോ? ആവില്ല. നിങ്ങൾ എല്ലാവരും കൂടെ ഞാൻ കുറ്റക്കാരനാന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാവോ? ആവില്ല. സ്തോത്രം. ഇനി എന്റെ പാപത്തെക്കുറിച്ച്, ഒരു പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വന്നില്ലെങ്കിലും ഞാൻ ആരാകില്ല, ഞാൻ വിശുദ്ധനാകില്ല. എന്നെ വിധിക്കുന്നത് ആരാ? ദൈവം. ആ ദൈവത്തിന്റെ വിധിയുടെ മുമ്പിൽ വരുമ്പോൾ, ദൈവിക കണ്ണുകളിൽ എന്നെ കാണുമ്പോൾ, ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവനും ഫോൾസാണ്, ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ അഭിനയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശരിയല്ലേ? ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ അഭിനയമായി. പക്ഷെ എന്നെ എന്ത് ചെയ്തു? എനിക്ക്, അതാണ് ഞാൻ പറയാം, എനിക്ക് എന്റേതായ ഏതെങ്കിലും ഒരു പ്രവൃത്തികൾ ചെയ്ത്, നമ്മൾ ഈ ശാപം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. നമ്മൾ എവിടെ ആക്കി വെച്ചു? നമ്മളെ വിടുവിച്ചോ? നമ്മളെ വിടുവിച്ചു. എവിടെ നിന്നാണ്? പാപിയായിരിക്കുമ്പോൾ തന്നെ നമ്മളെ ദൈവം വിടുവിച്ചു. പാപം പോക്കിയിട്ടല്ല, ആ പാപിയായിരിക്കുമ്പോൾ തന്നെ വിടുവിച്ചു. എവിടെ ആക്കി വെച്ചു? സ്നേഹസ്വരൂപനായ പുത്രന്റെ അതിലെന്ത് ചെയ്തു? വിസ്താര ദേശത്തിന്റെ അധിപനെ തകർത്തുകളും. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ദേശാധിപതിയല്ല, ഭൂതാത്മാക്കളാണ്. ദേശത്തിലെ ആധിപത്യങ്ങളുടെ സ്വാധീനങ്ങൾ എങ്ങനെയാണ് ദേശാധിപതി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കൾച്ചർ ബേസ്ഡ് ആണ്, സംസ്കാരപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു സംസ്കാരത്തെ ക്രിയേറ്റ് ചെയ്യും. ഈ സംസ്കാരത്തെ വിട്ടുമാറാൻ കഴിയാത്ത നിലയിൽ ഇതുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ചു. ഇതാണ് സംസ്കാരമായിട്ട്. ലോകാധിപതികളുടെ പ്രവർത്തനം ഞാൻ പറഞ്ഞു. ലോക ആധിപത്യങ്ങൾ അല്ലെങ്കിൽ ലോകാധിപതി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. കാലഗതിയാണ് ഇവരിങ്ങനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇതിനെതിരെയാണ് ഞാൻ പോരാടുന്നത്. ഇത് ചെറിയ കാര്യമല്ല. നമുക്കത് വിട്ടുപോകാൻ പറ്റത്തില്ല. നമുക്കതിനെ വിട്ടാൽ നമ്മുടെ സമൂഹം അനുവദിക്കത്തില്ല. അപ്പൊ നമ്മള് കുടുംബത്തിൽ തന്നെ ഒറ്റപ്പെടും, സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടും. രക്ഷിക്കപ്പെട്ടു, പെന്തിക്കോസ്തിലായി, ദേശത്തിലെ സംസ്കാരങ്ങളായതിനൊക്കെ ഉണ്ടോ? എത്ര ട്രിക്കായിട്ടാണ് ബന്ധിച്ചത്. ഇത് കളഞ്ഞാലോ സമൂഹത്തെ വിവരം കളയും. ഇതിനെതിരെ എതിർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. നിങ്ങൾക്ക് എവിടെ നിന്നുണ്ട്? ആ ക്ഷേത്രത്തിലേക്ക് അത് പറയാൻ എളുപ്പം. നമ്മുടെ വീട്ടിൽ വന്ന് കോഴിമുട്ട ഇട്ട് അവൻ വിരിച്ച്, കുട്ടികളെ വിരിച്ച് ഇങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ അവ കാലാകാലങ്ങൾക്ക് മുമ്പേ പദ്ധതി ഒരുക്കി ഒരു ദേശത്തിന്റെ സംസ്കാരം കംപ്ലീറ്റ്, ആ സംസ്കാരത്തെ ഇങ്ങനെ അവിടെ ആ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റി ചേഞ്ച് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ സംസ്കാരത്തിനെതിരെ നിൽക്കാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് പാട്. അപ്പം എതിരാവും, നിനക്ക് ഭാര്യ എതിരാവും, ചിലപ്പോൾ
നിങ്ങളുടെ കുടുംബക്കാരെതിരോ? ഒരുപാടാ. നിങ്ങൾ ദേശാധിപതിയെടുക്കാൻ നിങ്ങൾ ചുമ്മാ കളിക്കണ കാര്യമൊന്നുമില്ല. ദേശാധിപതിയെ ഓ ഓ ഓ ഓ എന്താ റിലീജിയൻ ചെറിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കളെ നമ്മളൊക്കെ എന്തൊക്കെ സംസ്കാരങ്ങളെന്ന് അറിയാം. ഈ സംസ്കാരങ്ങളിൽ ഇങ്ങനെ കുടുക്കി വെച്ചിരിക്കും. ഒരു ദേശത്തിന് ഒരു സംസ്കാരം, അത് ദേശാധിപതി എന്ന് പറയും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവൻ തകർത്ത് കളഞ്ഞതല്ല, പാപത്തിന്മേലധികാരം. അതാണ് ഏറ്റവും വലിയ അധികാരം. മരണത്തിന്മേലധികാരം ഉണ്ടായിരുന്നു. നിന്നെ അവിടെ ഏതേനിൽ വെച്ച് നമ്മുടെ ആദാമ്യ സമൂഹത്തെ പാപത്തിൽ വീഴ്ത്തിച്ചു കളഞ്ഞു. കർത്താവിന്റെ ലക്ഷ്യം ഇവനൊന്നുമല്ല, ഈ ഡൂക്കിലി സാധനങ്ങളൊന്നുമല്ല. നിന്നെ നിത്യമായി നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന അവനെയാണ് വെട്ടിയിരിക്കുന്നത്. ഇന്ന് നിന്നെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു ശക്തി ഇല്ല. ഇന്ന് മരിച്ച കളയുന്നു പോകും. ഹല്ലേലൂയ. നിന്നെ കൊണ്ടുപോകാൻ കർത്താവിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ നീ ഏത് പാപത്തിന്റെ കുഴിയിൽ വീണിരുന്നാലും സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ഇട്ട് നിന്നെ പണിയും ചെയ്യും. നിന്നെ ജഡത്തെ സംഹരിക്കാൻ വേണ്ടി ഏൽപ്പിക്കും, നിന്റെ ആത്മാവിന് വേണ്ടി. സ്തോത്രം. ഇത് ചുമ്മാ കളിയൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ കാലാകാലങ്ങൾക്ക് മുമ്പുള്ള പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നത്. ക്രൂശിൽ ഇത് നടപ്പാക്കി കർത്താവ്. ആഴം പിടിച്ചാലേ മനസ്സിലാവുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആ കൊലസ്സീലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഇതിനെയാണ് തകർത്ത് കളഞ്ഞത്. നിങ്ങൾ 6-ാമത്തെ വാക്യം വായിച്ചതാണ്. ദേശത്തിന്റെ അധിപതിയെ തകർത്ത് കളഞ്ഞു ഈ രാജ്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അതിന് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും അയച്ചു കളഞ്ഞു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചു. ക്രൂശിൽ അവരുടെ എന്തായിരുന്നു അവന്റെ ആയുധം? മരണം എന്ന ആയുധമാണ് നമ്മുടെ മേൽ ചെലുത്തിയിരുന്ന ഏറ്റവും വലിയ രോഗവും. ഇതൊന്നുമല്ല രോഗവും ഈ പ്രശ്നവും ഘട്ടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരാതെയൊന്നുമല്ല. ഇതെന്നല്ല നമ്മളെ ഈ കറിപ്പോലും. സ്തോത്രം. ഇതൊന്നുമല്ല. ഇതൊന്നും വലിയ വലിയ സംഭവമൊന്നുമല്ല. ഇതെല്ലാം വെറും അപ്പം മാത്രമാണ്. ഇതെല്ലാം അപ്പമാണ്. പക്ഷെ യഥാർത്ഥമായ ആവശ്യം നമുക്ക് അറിഞ്ഞൂടാ. ക്രൂശിൽ വെച്ച് ഇവനെയാണ് തകർത്ത് കളഞ്ഞത്. ക്രൂശിൽ വെച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. നിന്നെ തകർത്ത് കളയാൻ പോകുന്ന ദേശത്തിന്റെ അധിപതിയെ പരസ്യ കാഴ്ച. നിന്നെ ഇനി തകർക്കാൻ പറ്റുന്ന ഒരു ശക്തിയില്ല. ആർക്കും തകർക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ഫെയ്ത്ത് ലെവലിലേക്ക് വരണം. നിങ്ങളെ ആർക്കും മന്ത്രവാദം ചെയ്തോ? ഈ കാട്ട ഇവിടുത്തെ ഇരിക്കുന്ന ലൊക്കടി സാധനങ്ങളല്ലേ ഒന്ന് ഈ മെയിനെ അടിച്ചു കളഞ്ഞു. ദൈവം മെയിനെ അടിച്ചു കളഞ്ഞു. കേട്ടോ, നിങ്ങൾ എപ്പോഴും മെയിനെ ദൈവം തകർത്ത് കളഞ്ഞു. സ്തോത്രം. അവരിൽ നിന്ന് നമ്മൾ പിടിച്ചു വാങ്ങി ദൈവരാജ്യത്തിൽ നമ്മൾ ഇന്നിപ്പോ നമ്മൾ എല്ലാവരും ദൈവരാജ്യത്തിലാണ്. കണ്ടോ, നമ്മൾ ദൈവരാജ്യത്തിലാക്കി, പുത്രന്റെ രാജ്യത്തിൽ നമ്മൾ ആക്കി വെച്ചു. സന്തോഷമുള്ള, സമാധാനമുള്ള, രോഗം വന്നാൽ അതാണ് ക്ഷീണിച്ചു പോകാത്ത, കഷ്ടം വന്നാൽ തളർന്നു പോകാത്ത. ആർക്കും തകർത്ത് കളയാൻ പറ്റത്തില്ല. ആ രാജ്യത്ത് നമ്മളെ ആർക്കും തകർത്ത് കളയാൻ പറ്റത്തില്ല. പൗലോസിന്റെ വാക്കുകൾ ഒന്നുകൂടെ ഞാൻ എടുത്തു തരാം. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കുറെ സമയം ഇത് പഠിച്ചാലേ നമ്മുടെ ഉള്ളിലേക്ക് വരികയും അത് മനസ്സിലാക്കുകയും നമുക്ക് ജയത്തോടെ നമ്മൾ ഇനി ജയിക്കാൻ പോവല്ല. ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനു ജയിക്കാൻ പോവാ? നിങ്ങൾക്ക് ഒന്നിനും ജയിക്കാൻ പറ്റത്തില്ല. അതറിയാമോ? നമുക്ക് ഒന്നിനും ജയിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു ജയിച്ച ജയത്തിൽ നിൽക്കാനേ പറ്റത്തുള്ളൂ. പാപത്തെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. പാപം ക്രിസ്തു ജയിച്ചു. ക്രിസ്തുവിനോട് കൂടെ നിന്ന് നമുക്ക് ജയിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇതിലെല്ലാം വീണുപോകുന്നവരാ. നമുക്ക് സ്വന്തമായിട്ട് ജയിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവാ നമുക്ക് അതിൽ നിന്ന് ജയം നൽകി നമ്മളെ ആ ജയത്തിലാണ് നിർത്തിയിരിക്കുന്നത്. ക്രൂശിൽ നമുക്ക് ജയം തന്നു. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 57-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 15:57. 1 കൊരിന്ത്യർ 15:57. നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് ജയം ലഭിക്കുന്നത് എങ്ങനെയാണ്? എന്റെ സ്വന്തം ക്രിയകളിലോ പ്രവൃത്തികളാലൂടെയോ അല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ജയം തന്നിരിക്കുന്നത്. എല്ലാത്തിന്റെ മേലെ നമ്മൾ ജയമായി. നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. സാമ്പത്തിക ഇല്ലായ്മ അല്ല ഒരു പരാജയം. രോഗം ഒരു പരാജയമല്ല. നമ്മൾ ജയത്തിലാണ്, നമ്മൾ അനുഗ്രഹത്തിലാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയല്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന ചിന്ത വരുന്നതെന്നറിയോ? ഇന്നത്തെ കാലം മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യമാണ് അനുഗ്രഹമായി കണക്കാക്കുന്നത്.
ഇന്നത്തെക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമല്ല അനുഗ്രഹം. ക്രിസ്തു നമ്മിൽ വന്നതാണ് അനുഗ്രഹം. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എഫേസ്യർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ അനുഗ്രഹിക്കാൻ പോകുകയല്ല. അപ്പൊ നമുക്ക് കാറില്ലെന്ന് പറഞ്ഞ് നമ്മൾ അനുഗ്രഹീതരല്ലാതെ പോകുന്നില്ല. നമുക്ക് വീടില്ലെന്ന് പറഞ്ഞ് നമ്മൾ അനുഗ്രഹീതരല്ലാതെ പോകുന്നില്ല. ആത്മവിഷയ സംബന്ധമായി നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ചിലപ്പോ നമ്മുടെ കാല് വേദന എടുത്തോണ്ട് വലിച്ചോണ്ട് പോകുമ്പോഴും നമ്മൾ അനുഗ്രഹീതരാണ്. അവൻ ഈ അനുഗ്രഹം ലഭിച്ചിട്ടില്ല. ആ അനുഗ്രഹത്തിന്റെ ലഭ്യത അവന് വരാനാണ് ഈ വേദനയിൽ ഞാൻ വലിച്ചോണ്ട് അവന്റെ അടുക്കൽ പോകുന്നത്. സ്തോത്രം. പക്ഷെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നുള്ള ബോധമില്ലെങ്കിൽ എനിക്ക് അവന്റെ അടുക്കൽ പോകാൻ പറ്റുകയില്ല. ഉടനെ നമ്മുടെ മനസ്സിൽ ജഡവും അതുപോലെ പിശാചും തോന്നി, കണ്ടോ നിനക്ക് ഈ വിഷയത്തിൽ മാറ്റമില്ലല്ലോ, നിനക്ക് ഈ വിഷയത്തിന് അനുഗ്രഹം കിട്ടിയില്ലല്ലോ. പക്ഷെ ഞാൻ അനുഗ്രഹീതനാണ്. ആത്മവിഷയത്തിൽ ഞാൻ സമ്പന്നനാണ്. ആത്മകാര്യങ്ങളിൽ ഞാൻ സമ്പന്നനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ചിന്ത, ഈ ഒരു അറിവ് എന്നിൽ നിന്ന് മറയ്ക്കുകയാണ്. കണ്ടോ, അതാണ് അവിശ്വാസിയുടെ മനസ്സിനെ ദൈവം, ഈ ലോകത്തിന്റെ പിശാച് ദൈവം കുരുടാക്കി കളയും. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന പൂജാ വിഷയമോ ദൈവമോ എന്ന് കരുതി എന്ന ആരാധനയെ ട്വിസ്റ്റ് കളയുന്ന സാധനം മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ അഡോറേഷനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന വേറെ കുട്ടിഭൂതങ്ങളാണ്. എഫെസ്യർ 1:3 അല്ലെ? അവിടെ എന്ത് വായിച്ചിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ച്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുക. ഞാൻ അനുഗ്രഹീതനാ എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് ഒരു പടി പോലും ഞാൻ താഴെ വരത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഒരേ നിലയിൽ ആത്മീയതയിൽ നിൽക്കാനും നമുക്ക് പോകാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമാകുന്ന, പ്രത്യക്ഷമാകുന്ന, നമുക്ക് കാണത്തക്ക നിലകളിലുള്ള എന്തെങ്കിലും പാപം വരുമ്പോൾ നമ്മുടെ ചിന്ത ദൈവം എന്നെ തള്ളിക്കളയും, ദൈവം എന്നെ അംഗീകരിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ എന്ന ചിന്ത ഇന്നു കരുതി പാപം തുടരുകയോ ഒരു നാള് വരുത്. കൃപ പരിരക്ഷണത്തിന് പാപം ചെയ്യുമെന്നോ ഒരു നാള് വരുത്. അതും എന്തുവാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് നോക്കി വരാം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ മടക്കി കൊണ്ടാകുന്ന ഒരു വാക്യത്തിൽ രാജീക ഭരണം അല്ലെങ്കിൽ രാജാവാകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവം സ്ഥാപിതമാകുന്ന രാജ്യത്തിന്റെ ഭാഗമായി നമ്മുടെ മനോഭാവങ്ങളെയും നമ്മുടെ സിസ്റ്റത്തെയാണ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ മനോഭാവങ്ങൾക്കാണ് ആ രാജ്യത്വം. ആ രാജ്യത്വം വാഴുന്നത് പ്രത്യക്ഷമായ നിലകളിലല്ല, നമ്മുടെ ഉള്ളിലാണ് ആ രാജ്യത്വം സ്ഥാപിതമാകുന്നത്. നമ്മിലാണ് രാജ്യത്വം സ്ഥാപിതം. അതാണ് ദൈവരാജ്യം നമ്മിലായി, നമ്മുടെ ഇടയിലായി. ആമേൻ. ആ ദൈവരാജ്യത്തിലാണ് ഭരിക്കുന്നത്. എന്നാൽ ആ നിയമമല്ല എന്റെ നിയമം. ഒരുത്തൻ എന്നെ തല്ലിയാൽ തിരിച്ചു തല്ലുന്നതല്ല എന്റെ നിയമം. അതുകൊണ്ടാണ് റോമൻ ആധിപത്യത്തിന്റെ കീഴിൽ അടിമകളായിരിക്കുന്ന യഹൂദന്മാർക്ക് ക്രിസ്തു എന്ന രാജാവിനെ കൈക്കൊള്ളാൻ പറ്റാതെ വന്നു. പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ആത്മാവിൽ നമ്മൾ ഇത് ഉൾക്കൊണ്ടു, അംഗീകരിച്ചു. ആ രാജ്യത്വത്തിലാണെന്നുള്ള ബോധം നമുക്കുണ്ടായി. ആ രാജ്യത്വത്തിലുള്ള ബോധത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു മനുഷ്യനെതിരെ പ്രവർത്തിക്കാത്തത്. കാരണം ഞാൻ ഈ രാജ്യത്തിന്റെ ആളല്ല, ഞാൻ ആ രാജ്യത്തിന്റെ ആളാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തന്നിരിക്കുന്ന സ്നേഹത്തിലാണ്. നിനക്ക് വേണോ എടുത്തുകൊണ്ട് പോകും. ചെയ്യാൻ എളുപ്പമാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മുടെ വസ്ത്രം എടുക്കുന്ന, പുതപ്പെടുക്കാൻ വരുന്നവൻ എന്തോടെ ഇട്ട് കൊടുക്കണം? വസ്ത്രം കൂടെ എളുപ്പമല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ പ്രമാണമൊക്കെ അനുസരിച്ചെന്നോ? നമ്മൾ വിചാരിക്കും പുതപ്പ്, പുതപ്പില്ലാത്തോണ്ട് രക്ഷയില്ല. ദൈവരാജ്യം ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒന്നുമല്ല. പക്ഷെ ഈ ലോകത്തിലുള്ളവർക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. പെട്ടെന്ന് ആ രാജ്യത്തിലാണ്. ഇപ്പൊ നിങ്ങൾ ഏ രാജ്യത്തിലാണ്? എവിടെ എവിടെ? ദൈവരാജ്യത്തിൽ നമ്മൾ സിസ്റ്റത്താണ്. ഈ സിസ്റ്റത്തിനകത്താണ് നമ്മൾ. ഈ സിസ്റ്റത്തിലേക്കാണ് പരിശുദ്ധാത്മ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള കാര്യമല്ല. ഈ സിസ്റ്റത്തിലേക്കാണ് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. സ്തോത്രം. അപ്പൊ ജയത്തിലാവുമ്പോൾ എനിക്ക് എവിടെ ആയിരുന്നാലും വാടക വീട്ടാണോ പ്രശ്നമില്ല, കർത്താവിടെ കൂടെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ആരാണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വഴിയരികത്ത് ഭിക്ഷാടനം നടത്തുന്ന ഒരു മനുഷ്യൻ ആ തെരുവിൽ രാത്രിയിൽ ബൈബിളും കയ്യിലും പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അതായത് മനോഹരമായ ക്ലിപ്പാണ്. പക്ഷെ അദ്ദേഹത്തിന് തെരുവ് പ്രശ്നമല്ല. അത് എവിടെയാണ്?
ദൈവരാജ്യത്തിൽ. സ്തോത്രം. അവിടെയാണ് ദൈവമക്കൾ നമ്മൾ ദൈവരാജ്യത്തിലാണ്. അദ്ദേഹം തെരുവിലാണ്. കഴിഞ്ഞ ദിവസം ഞാനോട് ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അപ്പൊ ജാതികളുടെ ഇടയിൽ നമ്മൾ പോകുമ്പോഴേ അവരെക്കാളും നമുക്ക് വലിപ്പമേറിയത് കാണിക്കാനില്ലെങ്കിൽ അവരെങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും? സ്തോത്രം. അല്ലെ, അവിടെയാണ് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടുന്ന ഒരു മേഖല. കാരണം എന്നെക്കാലം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ എന്താ കുഴപ്പം? പക്ഷെ എന്നോളം ഇല്ലാതിരിക്കുന്ന നീ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ എന്താ കാരണം? അതാണ് ദൈവരാജ്യം. സ്തോത്രം. അപ്പൊ എനിക്ക് ഓൾറെഡി 2 നില വീടുണ്ട്, എനിക്ക് എല്ലാ സുഖകര്യങ്ങളും ഉണ്ട്. ആ ഉള്ള എനിക്ക് എന്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൂടാ? ഒരു സുഖമില്ലാതിരിക്കുമ്പോൾ, ഒരു സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ എന്റെ കർത്താവ് വലിയവനാണ്. എന്റെ കർത്താവ് ദോഷമായിട്ട് എനിക്കൊന്നും ചെയ്യത്തില്ല. അവൻ ചെയ്യുന്നതെല്ലാം നന്മയാ. ഞാൻ അനുഗ്രഹീതനാ. സ്തോത്രം. ആരെങ്കിലും നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പറയണം, ഇല്ല പാസ്റ്റർ, ഞാൻ അനുഗ്രഹീതനാ. സ്തോത്രം. ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയല്ല, ഞാൻ അനുഗ്രഹീതനാ. അങ്ങനെ പറയാൻ എപ്പോ നമുക്ക് കഴിയുമോ അപ്പോഴാ നാം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുടെ വക്താക്കളായി തീരുന്നത്. അല്ല, നമ്മുടെ ഇന്നുള്ള നില, ഇന്നുള്ള വണ്ടി, ഇന്നുള്ള സ്ഥിതി എല്ലാം മാറിയല്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. കാരണം ഈ ലോകത്തിൽ ഒരിക്കലും സമ്പന്നരായ ആളുകളോളം ആത്മീകരായ മനുഷ്യർ വളർന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും. ഇപ്പൊ നമ്മൾ അനുഗ്രഹീതന്റെ അവനക്കാൾ അനുഗ്രഹീതൻ ആണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു അധിക സന്തോഷം നിന്റെ ഹൃദയത്തിൽ. സ്വന്തം ഞാൻ എന്തിൽ സമ്പന്നനാണ്? എന്റെ ഹൃദയത്തിന്റെ സന്തോഷത്തിൽ സമ്പന്നനാണ്. എന്റെ ഹൃദയത്തിലെ സമാധാനത്തിൽ ഞാൻ സമ്പന്നനാണ്. ആമേൻ. ഹല്ലേലൂയ. ഇത് ജാതികൾക്ക് മനസ്സിലാവില്ല. അതാണ് ദൈവരാജ്യം. ഇവിടെയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നോക്കി, ഒരു മണിക്കൂറിൽ 560 കോടി, 500 കോടി കൂട്ടി നോക്കി. ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പെന്തിക്കോസ്തുകാരനെ കാണിച്ചു തരാമോ നിങ്ങൾക്ക്? ഇതുവരെയില്ല. അപ്പൊ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണോ? അനുഗ്രഹിക്കപ്പെട്ടവർ. നല്ല നെഞ്ചിലടിച്ചോണ്ട് പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവർ. ഇപ്പൊ തിരിയുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. രോഗം മാറിയിട്ടുണ്ടാവില്ല, കടബാധ്യത മാറിയിട്ടുണ്ടാവില്ല, ഒന്നും മാറിയിട്ടുണ്ടാവില്ല. ഞാൻ അനുഗ്രഹീതനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനുഗ്രഹീതനാണ്. അവിടെ പറയണം, ഞാൻ അനുഗ്രഹീതനാണ്. മറ്റു കുട്ടികളെ പോലെ ഞാൻ അല്ല, പക്ഷെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിനക്കില്ലാത്തൊന്ന് എനിക്കുണ്ട്. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? ഒന്നുമില്ല. അല്ലേ? വഴിയരികത്തിരുന്ന് ഭിക്ഷ യാചിച്ച മുടന്തനായ മനുഷ്യൻ ഇങ്ങനെ ഭിക്ഷ യാചിക്കാൻ വേണ്ടി പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പോകുന്നത് കണ്ടിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് വെളിയിൽ പോലും അനുഗ്രഹീതരായിരുന്നു. അവർ ഭയങ്കര സന്തോഷം, അനുഗ്രഹമുള്ളവർ. വെളിയിൽ പോലും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് എന്തുവാ? ക്രിസ്തുവാ. അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്ന് ആർക്ക് ഇതില്ല? ലോകത്തിൽ എന്തില്ല? ലോകം അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാര്യം എന്താണ്? അവർക്ക് ക്രിസ്തു ഇല്ല. നമുക്ക് ആരുണ്ട്? മക്കൾക്ക് ഇത് കൊടുക്കുമോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കൊടുക്കേണ്ടത് എന്തുവാ? ഏറ്റവും വലിയ സമ്മാനം എന്തുവാ? സമ്പത്ത്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു. അത് കൊടുക്കണം. അപ്പൊ അടുത്ത വീട്ടിൽ നമ്മൾ പോകേണ്ട എന്താ? ഈ ക്രിസ്തു ഇല്ലാത്ത വീടുകളാണ് നിങ്ങളുടെ അടുത്ത വീട്. അവരൊന്നും അനുഗ്രഹീതരല്ല. നില മാറുമെന്ന് പറയരുത്, രോഗം മാറുമെന്ന് പറയരുത്. എല്ലാ മനുഷ്യരും മരിക്കും തന്നെ. ആ മരിച്ചു പോകുന്ന മനുഷ്യൻ നിത്യതയിൽ പോകണമെങ്കിൽ യേശുവിലൂടെ ആത്മാവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങൾക്കും ശരീരവും പ്രാണനും മാത്രമാണ്. മനുഷ്യന്റെ ആത്മാവ് കർത്താവിലൂടെയാണ് ലഭിക്കുന്നത്. ആ ജനനം നീ പ്രാപിക്കണം. അതാ നമ്മൾ പ്രസ്താവിക്കണം, അതാ പറഞ്ഞു കൊടുക്കണ്ടേ, അത് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കാൻ പോകുന്ന നന്മകളെ പറഞ്ഞ് ആളുകൾ കബളിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ കബളിപ്പിക്കണം. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നിരാശരാവും. സഭയിൽ വരുന്ന പലരും വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? അവരെ പോലെ എനിക്കറിയാം, ശരിയല്ലേ? അവരെ പോലെ എനിക്ക് അനുഗ്രഹം കിട്ടുന്നില്ല. അപ്പൊ ഇതെല്ലാം കള്ളമാണെന്ന് വിചാരിക്കും, അല്ലേ? ഒരു ദേവദാസന്റെ വിവരണം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കൊച്ചുനാൾ മുതലേ ഫോൾസ് ടീച്ചിങ് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ കുഞ്ഞു വന്നിട്ട് പറയാം, അമ്മ എനിക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു തരണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക. ഈ കുഞ്ഞിനോട് പറയരുത്, മക്കളെ പ്രാർത്ഥിക്കുക, യേശുവേ തരും. നമ്മൾ എന്തോ ചെയ്യും? രാത്രിയിൽ ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന്
കൊണ്ടുവന്നിരിക്കും. രാവിലെ ആയപ്പോൾ ഇവിടെ എഴുന്നേറ്റപ്പോൾ എന്തോ കണ്ടു, യേശപ്പ എനിക്ക് എന്തോ തോന്നുന്നു, ഇവള് ഇങ്ങനെ വലുതായി വരാൻ തുടങ്ങി. ഇവള് നല്ല പഠിക്കുന്നവളായി. നല്ല പഠിപ്പ് മനസ്സിലായല്ലോ. എങ്ങനെ പഠിക്കുന്നവരെ? നല്ല പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്കാണ് എഴുന്നേക്കുന്നത്. നല്ല പഠിക്കുന്ന കുട്ടിയായി 10 മണിക്ക് എഴുന്നേൽക്കും. അങ്ങനെ ബുക്ക് തുറക്കും, 1 മണിക്കൂർ പഠിക്കും. പരീക്ഷാ ഹാളിൽ പോകുമ്പോഴത്തേക്കും കോൺഫിഡൻസ് ആയി. എനിക്ക് ഉടുപ്പ് തന്നതയോ, വിടുവിച്ചതയോ, എന്നെ രക്ഷിച്ചതയോ, എന്നെ വീണ്ടെടുത്തതയോ ഈ പരീക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കും. ഈ പരീക്ഷയിൽ ഞാൻ എന്ത് ചെയ്യും? ജയിക്കും. ഒരു പേന കൊണ്ടുവന്നു. പാസ്റ്ററെ, പേന പ്രാർത്ഥിച്ചു, ഈ പേന വെച്ച് എഴുതി ഞാൻ എന്ത് ചെയ്യും? ഈ പേന വെച്ച് ഞാൻ എഴുതി ജയിക്കും. ഇതുകൊണ്ട് പരീക്ഷ എഴുതും, ജയിക്കുമോ? ഇല്ല. എന്തോ കിട്ടും? വട്ടപൂജ്യം കിട്ടും. പണം പഠിക്കാതെ അവിടെ പോയി എഴുതിയ, പഠിക്കാത്ത കുഞ്ഞുങ്ങളെ ദൈവം പരീക്ഷയിലൊക്കെ ജയിപ്പിച്ചാൽ ആ ദൈവം നല്ല ദൈവമാണോ? അത് കള്ള ദൈവമല്ലേ? പാസ്റ്റർക്ക് ഒരു കാണിക്ക, ഒരു നേർച്ച. അപ്പൊ ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ 100% മാർക്കോടെ എന്റെ കുട്ടിയെ ജയിപ്പിക്കണേ. എന്നപ്പോ എന്തോ കിട്ടിയ മോളെ? മുട്ട. അപ്പൊ ഈ കുഞ്ഞിന് എന്ത് മനസ്സിലായി? ചുമ്മാ ഭാഷമാര് ചൂടായ്പ പറയുന്നത്, ഇതൊന്നും കിട്ടത്തൊന്നുമില്ല. ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു നോക്കി, ഇതൊന്നും കിട്ടത്തൊന്നുമില്ല. നമ്മുടെ പഠിപ്പിക്കലിന്റെ ലെവലാണ് തെറ്റിപ്പോയി. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നിനക്ക് ഭാവി ഉണ്ടാക്കി തരുന്നതും ദൈവം നിനക്ക് സ്കൂളിൽ മാർക്ക് തരാനും അല്ല യേശു മരിച്ചത്. നമുക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഒരുക്കി തരുന്നതല്ല യേശുവിന്റെ ജോലി. ആർക്കും തരാൻ കഴിയാത്ത സമാധാനവും സന്തോഷം അവർക്കില്ലാത്തത് നമ്മുടെ ഉള്ളിൽ ക്രൂശിലൂടെ തന്ന ആത്മീക രക്ഷയാണ് സന്തോഷം. എനിക്ക് ഇതാണുള്ളത്. ഇത് നിങ്ങൾക്ക് അവന് ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ എല്ലാവർക്കും നിങ്ങളെ കൊണ്ട് പറ്റത്തുമില്ല. സ്തോത്രം. അത് പറ്റുന്ന തലത്തിലേക്ക് അവൻ ഒരു ദിവസം വരും. ഇന്ന് അവന് നീ പറയുന്നത് മനസ്സിലാവില്ല. കുഞ്ഞുങ്ങളോടെല്ലാം പറയാം, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. പക്ഷെ അവൻ ഇതെല്ലാം ഉണ്ടായിട്ടും ഇതെല്ലാം സുഖമല്ലെന്ന് തിരിയുന്ന ഒരു കാലം വരും. ആ കാലത്ത് നീ പറയുന്നത് സ്തോത്രം. ഞാൻ തിരിച്ചു വരാം. രാജ്യത്ത് വലിയ ഭയങ്കര സംഭവമാണ്. സ്തോത്രം. ഞാനത് അവിടെ പറഞ്ഞ് അങ്ങനെ പോയാൽ മുന്നോട്ട് പോകും. അതിന്റെ ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. 9-ാമത്തെ വാക്യം. ഈ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു. നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു. അത് അനുദപിക്കുകയില്ല. ആരായിട്ട് സത്യം ചെയ്തു? പുരോഹിതൻ ആകാൻ കഴിയുമോ യേശുവിന്? ആകാൻ കഴിയില്ല. ക്രമം അനുസരിച്ച് കൂറനുസരിച്ചാണെങ്കിൽ പുരോഹിതനാവാൻ പറ്റില്ല. അപ്പൊ പുരോഹിതനാക്കിയാലേ പുരോഹിതനാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? പൗരോഹിത്യം ഏത് കുടുംബത്തിന് അധികാരപ്പെട്ടിരുന്നതാണ്? ലേവി കുടുംബത്തിന് മാത്രമാണ്. യഹൂദ കുടുംബത്തിലുള്ള ആരും പുരോഹിതനാകാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ നിങ്ങൾക്ക്? യഹൂദ കുടുംബത്തിലുള്ള ആർക്കും പുരോഹിതനാകാൻ പറ്റില്ല. സ്തോത്രം. എന്നാൽ യേശു ഉലകത്തിലെ സകല മാനവരാശിക്കും വേണ്ടി മധ്യസ്ഥനായി പുരോഹിതനായി തീരണം എന്നുള്ളത്, അവന്റെ മേൽ ആ നിത്യപൗരോഹിത്യം വരണം എന്നുള്ളത് കാലാകാലങ്ങൾക്ക് മുമ്പുള്ള ദൈവ പദ്ധതിയുടെ അനുസൃതമായിട്ടാണ് നിത്യ പുരോഹിതനായ യേശു മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പുരോഹിതനായിട്ടാണ് അവിടുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥനാണോ? മായാത്ത പുരോഹിതന്മാർക്കെല്ലാം ആണ്ടുകളിൽ ചില ക്രമവും കൂറുകളും ഉണ്ട്. ആ കാലയളവിൽ മാത്രം ശുശ്രൂഷിച്ച് അവസാനിപ്പിച്ച് ഇവിടം കൊണ്ട് മരിച്ചു പോകുമ്പോൾ ഈ പുരോഹിതന്മാരെല്ലാം ആദ്യം തങ്ങളുടെ പാപത്തിന് വേണ്ടി യാഗം കഴിച്ച് ആ വിശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷമാണ് ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കാൻ വേണ്ടി ബലഹീന മനുഷ്യനെയാണ് ഉലകം പുരോഹിതനാക്കി വെച്ചെങ്കിൽ, സ്തോത്രം, കർത്താവായ യേശുവിനെ നമുക്ക് വേണ്ടി എന്നേക്കും മഹാപുരോഹിതനാക്കി വെച്ചു. സ്തോത്രം. ഇനി ഈ ഭാഗത്തിന് അങ്ങനെ വെച്ചോണ്ട് നിങ്ങൾ എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം, സ്തോത്രം, ഒന്ന് വായിക്കണം. ഈ കൂറിന്റെ അല്ലെങ്കിൽ ഈ വിധത്തിന്റെ കൂറല്ല, ഈ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമാണ്, സ്തോത്രം, അവൻ നിത്യ പൗരോഹിത്യം വഹിച്ചത്. സ്തോത്രം. വായിച്ചേർന്ന് അബ്രഹാമിന്
അബ്രഹാം അവന് സകലത്തിനും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ്, പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചു. ശാലേം എന്ന സമാധാനത്തിന്റെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന അർത്ഥം. അവന് പിതാവില്ല. കണ്ടോ, മറ്റേ മൽക്കീസേദെക്കിന് പിതാവുണ്ട്. ആരാണെന്ന് അറിഞ്ഞ ബൈബിളിൽ വ്യാഖ്യാനിച്ചിട്ടില്ല. ഇവന് ഈ ഉലകത്തിൽ ജഡപ്രകാരം പിതാവില്ല, അവന് മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല. അപ്പൊ ഈ പുരോഹിതൻ എങ്ങനെയുള്ളതാണ്? ഈ പുരോഹിതൻ എങ്ങനെയുള്ളതാണ്? ജീവാരംഭമില്ലാത്തവൻ. അപ്പൊ എനിക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന ആ പൗരോഹിത്യം എങ്ങനെയുള്ളതാണ്? ജീവാരംഭമില്ലാത്തവൻ, ജീവാവസാനമില്ലാത്തവൻ. ആദ്യനും അന്തനുമല്ല. ആദ്യം അന്തം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗിനിങ് ഉണ്ട്, എൻഡ് ഉണ്ട്. നമ്മുടെ ദൈവം ആദ്യനും അന്തനുമല്ല, ആരംഭങ്ങളില്ലാത്ത, ജീവാരംഭമില്ല, ജീവാവസാനമില്ലാത്ത പൗരോഹിത്വം പ്രാപിച്ച് ഈ പുരോഹിതനാണ് നമുക്ക് വേണ്ടിയിട്ട് എന്നേക്കും മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി നമുക്ക് വേണ്ടി മധ്യസ്ഥനായി. സ്തോത്രം. ആഴമായ വെളിപ്പാടാണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം. അതാ ഈ വെളിപ്പാടുകളിലും പഴയ സങ്കീർത്തനങ്ങളിലും പഴയ നിയമങ്ങളിലൂടെയും നമ്മൾ കാണേണ്ടത് ക്രിസ്തു അക്ഷരാർത്ഥത്തിൽ യഹൂദൻ വായിച്ചതുപോലെ അല്ല. നമ്മൾ സങ്കീർത്തന പുസ്തകങ്ങളായിരുന്നാലും ന്യായപ്രമാണ പുസ്തകങ്ങളായിരുന്നാലും നമ്മൾ ആത്മാവിൽ അതിനെയാണ് തിരിച്ചറിയേണ്ടത്, വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ നാം അനുഗ്രഹിക്കരാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.